അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് വൈഫിനോട് ഞാൻ പറഞ്ഞു നല്ല സൺഡേ ആണ്, മഴയാണ്, ചെറിയ തോതിലൊക്കെ വെള്ളത്തിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇച്ചിരി തേങ്ങാച്ചോറും ചിക്കനും ഇച്ചിരി പയറും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി ഒരു ലഞ്ച് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നേരെ ഇപ്പോൾ ഇവള് പറഞ്ഞു എന്നാൽ ശരി എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഞാനിത് സമ്മതിച്ചിട്ട് ഞാൻ പോയി ഫോണൊക്കെ എടുത്ത് ഒന്ന് സെറ്റാക്കി ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒന്ന് പഠിക്കാൻ ഞാൻ തീരുമാനിച്ചു. സാധാരണ എല്ലാവർക്കും അറിയാം, പക്ഷെ പണ്ട് തൊട്ട് എന്നെ ഈ അടുക്കള കയറ്റാതെ വളർത്തിയുകൊണ്ട് എനിക്ക് സാധനം ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ പോയി ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പഠിച്ചു. കാരണം എന്താണെന്നറിയോ, ഇത് എഡിറ്റ് ചെയ്തു, ഇത് സെറ്റ് ചെയ്തു, മൊത്തം ഞാനാണ്. അപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. ആദ്യം ഈ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലായിട്ട് അടിച്ച് സെറ്റ് ചെയ്ത് പൊടികൾ മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി എടുത്ത് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചു. എന്നിട്ട് കുക്കർ നല്ല ചൂടായിട്ട് അതിൻ്റെ അകത്തോട്ട് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ചൂടുവായും പിന്നെ കടുക് ഇട്ട് അങ്ങോട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്നുള്ള സാധനം വന്ന് പൊട്ടും. ഈ പൊട്ടുന്ന വരെ ഈ സാധനം ഇട്ട് തിളപ്പിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഈ എണ്ണയ്ക്കകത്തിട്ട് തിളപ്പിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അത് റെഡി തിളച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്തോട്ട് നല്ല ഈ സവോള അരിഞ്ഞ് വെച്ചേക്കുന്ന ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കും. അതോടൊപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ സാധനം ഇട്ടിട്ട് ഇളക്കി ഈ സാധനം ഒന്ന് വഴറ്റിയെടുക്കും. അതാണ് അതിൻ്റെ കറക്റ്റ് ഫീസ് കേട്ടോ. വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറ് മാറി ആ പച്ചപ്പ് മാറിയിട്ടൊരു നെക്സ്റ്റ് ഘട്ടം. ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി അത്ര എക്സ്പ്ലെയിൻ ആയിട്ട് പറഞ്ഞു കേട്ടോ. അല്ലേ പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊക്കെ നോക്കുമ്പം ആരോടാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ ഡയലോഗൊന്നും അടിക്കാതെ അപ്പോൾ നമ്മൾ ഈ സാധനം എടുത്തിട്ട് ഇത് സത്യത്തിൽ ഇവളാണ് ഉണ്ടാക്കിയത്, ഞാൻ വീഡിയോ എടുത്ത് വിടാം. സത്യം ഇങ്ങനെ വഴറ്റി വന്നപ്പോഴത്തേനും പിന്നെ അതിൻ്റെ അകത്തോട്ട് അടുത്ത ഐറ്റംസ് തക്കാളിപ്പഴവും ഇട്ടു. ദെൻ അതിൻ്റെ അകത്ത് മുമ്പേ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ടു. അതിട്ട് പിന്നെ ഇട്ട് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി അപ്പോഴത്തേനും വേറൊരു സ്മെല്ലൊക്കെ അടിക്കാൻ തുടങ്ങും. നമുക്കൊരു ചെറിയ സ്മെൽ ആ ഒരു സാധനമൊക്കെ വന്നു കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോഴത്തേനും പിന്നെ അതിൻ്റെ അകത്തോട്ട് പൊടി ഇടുന്ന ഘട്ടമാണ്. പൊടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ ചിക്കൻ മസാല എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. ചിക്കൻ മസാല ഇച്ചിരി വോളിയം കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ അങ്ങോട്ട് ഇളക്കും. അപ്പോൾ ചെറിയ തുമ്മലൊക്കെ വരും, അത് കുഴപ്പമില്ല. ആദ്യമായിട്ടാകുമ്പോൾ ചെറിയ തുമ്മലൊക്കെ വരും, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ചെറിയൊരു തുമ്മലിൻ്റെ ഒരു സാധനമൊക്കെ വന്നായിരുന്നു. അതിനുശേഷം അതിട്ട് ഒന്നുകൂടി ഇളക്കി കഴിഞ്ഞിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇളക്കി സെറ്റാക്കി കഴിഞ്ഞിട്ട് ചിക്കൻ ഓരോരോ പീസ് എടുത്ത് ഇങ്ങനെ പെറുക്കി അങ്ങോട്ട് ഇടും. ഇത് പറയുമ്പം ഈ ഞാനാ ഉണ്ടാക്കിയെന്ന് ഓർക്കരുത്, ഒരു കാരണവശാലും ഞാനുണ്ടാക്കി. ഞാനിത് സൈഡിൽ നിന്ന് കണ്ട് വീഡിയോ എടുത്ത ആളും മാത്രമാണ്. പക്ഷേ ഇത് അവൾക്ക് വേണ്ടി ഞാനിത് വോയിസ് ഓവർ കൊടുത്തെന്നുള്ളതുള്ളൂ. എന്നിട്ട് ഈ സാധനം ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ച് നല്ല സെറ്റായി കഴിഞ്ഞ് ഒരു പരുവത്തിൽ സെറ്റായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വീണ്ടും ഇളക്കി നല്ല സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ കുക്കറെടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ ടൈം കൊടുക്കണം. 3 വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് ഈ സാധനം അങ്ങോട്ട് എടുത്തിട്ട് എൻ്റെ പോനെ ഈ കുക്കർ തണുത്ത് കഴിയുമ്പോൾ ഈ സാധനം ഒന്ന് തുറന്ന് കഴിയുമ്പോൾ ഒരു മണം ഇങ്ങോട്ട് വരും. അന്തസ്. എന്നിട്ട് ഈ സാധനം അങ്ങോട്ട് ഇളക്കി നല്ല തേങ്ങാച്ചോറും പരിപ്പും പപ്പടത്തിൻ്റെ കൂടെ ഞാൻ ഈ ചിക്കൻ കറി അങ്ങോട്ട് പിടിപ്പിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.